ചെമ്മൻ കാരശ്ശേരി, താങ്കൾ കണ്ടിരുന്നോ ആ ദൃശ്യങ്ങൾ? താങ്കൾ കണ്ടിരുന്നോ? ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അങ്ങേക്ക് തോന്നുന്നു ഇപ്പൊ ധാർഷ്ട്യം എന്നൊന്നും പറയണ്ട, പക്ഷേ അതിരുകവിഞ്ഞൊരു അഹംബോധം ആ ദൃശ്യങ്ങളിൽ പ്രകടമാണ്. ചെമ്മൻ കാരശ്ശേരി വേദിയിലേക്ക് എന്ന് പറഞ്ഞാൽ 10-15 വർഷമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ്. ഒരുപാട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, ശരിയാണ്, ഒരുപാട് വിജയിച്ച സിനിമകളുണ്ടെങ്കിലും അറിയപ്പെടുന്ന ഒരു നടനാണ്. ആ നടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു, ഒന്നും നോക്കുന്നില്ല, ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല, ഒന്ന് തോളത്ത് തട്ടുന്നില്ല, ഒന്ന് ചിരിക്കുന്നില്ല. അഹങ്കാരത്തിന്റെ ഒരു ദൃശ്യമായി തോന്നിയോ അങ്ങേക്ക് അത്, ചെമ്മൻ കാരശ്ശേരി? ഹാഷ്മി, അത് ശ്രീ രമേശ് നാരായണൻ്റെ പെരുമാറ്റം വളരെ അനുചിതമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് കാരണം എന്ന് വിചാരിച്ചാൽ, ഇത്തരം വേദികളിൽ നമ്മൾ പെരുമാറുമ്പോൾ അത് തൊട്ടടുത്തുള്ള ആളെയും അത് മുമ്പിലിരിക്കുന്ന സദസ്സിനെയും അത് വീഡിയോയിൽ ടി വിയിലൊക്കെ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും എങ്ങനെ ബാധിക്കും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാ പൊതുരംഗത്തുള്ള ആളുകൾക്കും, പ്രത്യേകിച്ച് കലാകാരന്മാർക്കുണ്ട്. ഇപ്പോൾ ഞാൻ രമേശ് നാരായണൻ്റെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടത്, അദ്ദേഹത്തെ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ല, വിളിക്കേണ്ട പോലെ വിളിച്ചില്ല എന്നാണ്. ആ ഒരു പരാതി പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അപ്പോൾ അതിന് അദ്ദേഹം വേണ്ട അങ്ങോട്ട് പോവാതിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തെ വിളിക്കേണ്ട പോലെ വിളിക്കേണ്ടതൊന്നും ആസഫ് അലിയല്ല, സംഘാടകരാണ്. ആസഫ് അലി ഇതുപോലെ ഒരു കലാകാരന് ഒരു ആദരം അർപ്പിക്കാൻ വേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് പരാതിയുണ്ട് എങ്കിൽ ആ പരാതി പറയാനവിടെ സൗകര്യമില്ലെങ്കിൽ അതങ്ങോട്ട് കയറായിരുന്നാൽ മതി. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോൾ അദ്ദേഹം വന്നില്ല എന്നല്ലുള്ളൂ. അതുകൊണ്ട് വേറൊരാൾക്കൊരു അസൗകര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു എപ്പോഴും പൊതുരംഗത്താണെങ്കിൽ അല്ലെങ്കിൽ പൊതുരംഗത്ത് വിശേഷിച്ചും പെരുമാറുമ്പോൾ ഇതിന് ഈ തരത്തിലുള്ള പ്രതികരണങ്ങളും പ്രത്യാഘാതങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വലിയ ചർച്ചാ വിഷയമാവും. അതുകൊണ്ടൊക്കെ നാട്ടിന് അല്ലെങ്കിൽ സമൂഹത്തിന് ഗുണത്തെക്കാളധികം ദോഷമാണ് ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഒരാളെ അവമാനിച്ചു, അല്ലെ അവഗണിച്ചു, അല്ലെ അപകീർത്തിപ്പെടുത്തി, അവഹേളിച്ചു എന്നൊക്കെ വരുന്നത് വെറുപ്പുണ്ടാക്കും, കയ്പുണ്ടാക്കും. അതിന് പല വ്യാഖ്യാനങ്ങൾ വരും. അതിപ്പോൾ അതിനൊരു രാഷ്ട്രീയം പറയാനോ മതം പറയാനോ ജാതി പറയാനോ പ്രദേശം പറയാനോ വേറെ ക്ലിക്ക് പറയാനോ ഒക്കെ ആളുണ്ടാവും. അപ്പോൾ അതിനൊന്നും അവസരം കൊടുക്കാത്ത രീതിയിൽ പെരുമാറാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് വളരെ പ്രസിദ്ധനായ ഒരു സംഗീത സംവിധായകനാണ് രമേശ് നാരായണൻ. അപ്പോൾ ആ വേദിയുടെ ഒരു പവിത്രതയുണ്ട്. കല എന്ന് പറയുന്നത് അങ്ങനെ വിശുദ്ധമായൊരു സാധനമാണ്. ആ വേദിയുടെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചെയ്യാമായിരുന്നത് പേര് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാതിരിക്കുകയാണ്. അല്ലാതെ ഇതിലിപ്പോൾ എന്താ വന്നതെന്ന് വിചാരിച്ചാൽ, ആസഫ് അലി കൊടുത്തു, അദ്ദേഹം മേടിച്ചു. ആ മേടിക്കുന്നതിന് സാധാരണ നമ്മൾ കാണിക്കുന്ന ഉപചാരങ്ങളും മര്യാദകളും അദ്ദേഹം കാണിച്ചില്ല. അത് പോട്ടെ, അദ്ദേഹം പിന്നെ അവിടെ സംവിധായകൻ ജയരാജനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന മാതിരിയായി. അതിന് അദ്ദേഹം പറഞ്ഞ് ജയരാജനോട് ഷെയർ ചെയ്യാനാണ്. അത് ആ വേദി അതിന് പറ്റിയതല്ല. അപ്പോൾ ആ രണ്ട് കാര്യവും ഒരു സംഗീത സംവിധായകന്റെ പെരുമാറ്റം എന്നുള്ള നിലയ്ക്ക്